സോഷ്യൽ മീഡിയയിലെ ഫുഡ് വ്ളോഗർമാർ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു ലഘുവിവരണമാണിത്. ശരിക്കും പറഞ്ഞാൽ വീഡിയോകളിൽ കാണുന്ന കൊതിയൂറുന്ന ജങ്ക് ഫുഡുകൾ നമ്മുടെ യുവാക്കളെ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിലേക്കും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും എങ്ങനെയാണ് തള്ളിവിടുന്നതെന്ന് ഈ സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു. ഒന്നാമതായി നോക്കേണ്ടത് ഈ വ്ളോഗർമാർ നമ്മുടെ യുവാക്കളെ എങ്ങനെയാണ് ഇത്രത്തോളം സ്വാധീനിക്കുന്നതെന്നാണ്. അവരിങ്ങനെ നിരന്തരം പ്രമോട്ട് ചെയ്യുന്ന ഉയർന്ന കാലറിയുള്ള ഫാസ്റ്റ് ഫുഡും മധുരപാനീയങ്ങളുമൊക്കെ വീണ്ടും വീണ്ടും പരീക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊക്കെ വെറുമൊരു വിനോദം മാത്രമാണോ, അതോ നമ്മുടെ ആരോഗ്യകരമായ ഡയറ്റ് പ്ലാനുകളെ തകർക്കുന്ന വലിയൊരു കെണിയാണോ? രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഭീകരമായ അനന്തരഫലങ്ങളെക്കുറിച്ചാണ്. നോക്കൂ, ഈ ഭക്ഷണങ്ങളോടുള്ള ഭ്രമം കാരണം കേരളത്തിലെ യുവാക്കൾക്കിടയിൽ അമിതവണ്ണവും പ്രമേഹവുമെന്ന് വല്ലാതെ കുതിച്ചുയരുകയാണ്. അതായത്, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതെല്ലാം വാങ്ങിക്കഴിക്കുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഒരു ടൈം ബോംബ് വെക്കുന്നതിന് തുല്യമാണ്. അവസാനമായി നാം തിരിച്ചറിയേണ്ട ഒരു വലിയ രഹസ്യമുണ്ട്. നമ്മൾ കാണുന്ന ഈ പ്രമോഷനുകളിൽ പലതും വ്ളോഗർമാരും റെസ്റ്റോറന്റുകളും തമ്മിലുള്ള രഹസ്യമായ പെയ്ഡ് കൊളാബറേഷനുകളാണ്. ബ്രാൻഡുകൾ അവരുടെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ യുവാക്കളുടെ ആരോഗ്യം നശിപ്പിക്കുകയാണ് എന്ന് പഠനങ്ങൾ കൃത്യമായി പറയുന്നു. ചുരുക്കത്തിൽ, ഈ വർണ്ണാഭമായ ഫുഡ് വീഡിയോകൾക്ക് പിന്നിൽ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന വലിയൊരു വാണിജ്യ തന്ത്രവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഒളിഞ്ഞിരിക്കുന്നത്.